അപ്പൊ ടൈം പാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ നാളെ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു, എന്താ വരാത്തേന്ന്. അപ്പൊ നമുക്ക് വന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് ആർട്സ് ആൻഡ് സയൻസിന്റെ പിൻ നമ്പർ വന്നതായിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും നമുക്ക് പിൻ നമ്പർ വന്നതല്ല, എല്ലാവർക്കും വരുന്ന സംഭവമാണ് നമുക്കും വന്നത്. അപ്പം എന്താണെന്ന് പറഞ്ഞുതരാം. നെഗറ്റീവ് കമന്റ് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് കമന്റ് വളരെ കുറവാണ്. കുറേ നാൾ മുമ്പ് ഒരു കമന്റ് വന്നായിരുന്നു, പക്ഷെ അത് വലിയൊരു നെഗറ്റീവ് കമന്റ് ആയിട്ട് പറയാൻ പറ്റൂല. പക്ഷെ ഇപ്പം ശരിക്കും വന്നു കേട്ടോ. ഏകദേശം ഒന്നല്ല, ഏകദേശം രണ്ടോ മൂന്നോ ആണെങ്ങാണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വായിക്കാം, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതൊന്നും ആർക്കും കിട്ടാൻ പോകുന്നില്ല. ഇവന് വീഡിയോ ചെയ്താൽ യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടും. അതിനുവേണ്ടിയുള്ള കളിയാണ്, ആരും ഇതിൽ കുടുങ്ങല്ലേ. ഒന്നാമത്തെ കമന്റ് അങ്ങനെയാണ്, ഒരാളുടെ കമന്റ്. അതായത് അത് ഞാൻ ഇവരുടെ പേര് പറയില്ല കേട്ടാ, പേടിക്കേണ്ട, ആരുടെയും പേര് പറയില്ല. പിന്നെ അടുത്ത കമന്റ്, ഇത്ര കമന്റ് ഇട്ടവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ? വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ഉള്ള ഉടായിപ്പാണ്. ഞാൻ പല വീഡിയോയിലും ചോദിച്ചു, എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഇത് പറഞ്ഞ ആളുടെ കമന്റ് വേറെ നോക്കാം. അതായത് എന്താ ചോദിച്ചതെന്ന് നോക്കാം കേട്ടോ. മിനിറ്റ്, ഇല്ല കേട്ടോ. ഈ പുള്ളി ചോദിച്ചു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വേറെ അക്കൗണ്ടിൽ നിന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാകാം. അതായത് ഒരാൾ തന്നെയായിരിക്കും ചിലപ്പം 2-3 അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഈ മെസ്സേജ് അയച്ചത്. അപ്പൊ ഈ ഒരാള് നമുക്ക് വേറെ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. അതായത് നിങ്ങൾ എത്ര മെസ്സേജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ചിലര് 10ഉം 15ഉം 20 മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ വ്യക്തി നമുക്ക് നിലവിൽ കമന്റ് ഒന്നും അയച്ചിട്ടില്ല. ഏകദേശം ഒരേപോലത്തെ പേരാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന അവര് അമ്മയുടെ അച്ഛന്റെയും മകന്റെയും ഒക്കെ ഫോണിൽ അയക്കുന്നതായിരിക്കാം. എടുത്തോണ്ട് പോടെ, അവനോട് 2 തൈ അയച്ചു തരൂ എന്ന് ചോദിച്ചപ്പോൾ അവന് ഭയങ്കര ജാട, അവന്റെ ഒരു കുമ്മർച്ചാമ്പ. 2 തൈ ചോദിച്ചു കേട്ടോ. പുള്ളി തന്നെ പറയുന്നുണ്ട്, അവന് 2 തൈ ചോദിച്ചപ്പോൾ അവന് ഭയങ്കര ജാടാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഒറ്റ തൈ അയച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. 2-3 തൈ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അയച്ചു കൊടുക്കുന്നതായിരിക്കില്ല. അത് എന്നെ എത്ര തെറി വിളിച്ചാലും അങ്ങനെ അയച്ചു കൊടുക്കൂല. ഇത് പേര് കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. എനിക്കൊന്ന് 2 പേരുണ്ടാവും, ഒരു വേറെ പേരാ. ഞാൻ ഉമ്മർചാമ്പ ചോദിച്ചിരുന്നു, എനിക്ക് ഇല്ല എന്ന് പറഞ്ഞതിനാൽ റെഡ് ലേഡി പപ്പായ ചോദിച്ചു. താങ്കൾക്ക് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. റെഡ് ലേഡി പപ്പായ ഇല്ലെങ്കിൽ ജപ്പാൻ പേര തരുമോ? ഏതാണ് താങ്കളുടെ സൗകര്യം, അത് അയച്ചു തരിക. അപ്പം ഇതിനകത്ത് 2 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റെഡ് ലേഡി പപ്പായ നമ്മൾ കൊടുക്കാമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. കേൾക്കുക, റെഡ് ലേഡി പപ്പായ നമ്മുടെ ഏത് വീഡിയോ വേണമെങ്കിലും എടുത്തു നോക്കിയാൽ വീഡിയോ നമ്മൾ ഡിലീറ്റ് ആക്കുന്നതല്ല. വീഡിയോയിൽ റെഡ് ലേഡി പപ്പായ കൊടുക്കും എന്നൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. ആ റെഡ് ലേഡി പപ്പായ അന്ന് കൊടുത്തത് കുറേ പേര് സീഡ്സ് ചോദിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് പറയാത്തവരുടെ ഓർഡർ എടുത്തിട്ട് നമ്മൾ കൊടുത്തതാണ്. അങ്ങനെ റെഡ് ലേഡി പപ്പായ കൊടുക്കാമെന്ന് നമ്മൾ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അപ്പൊ വലിയൊരു ലിസ്റ്റാണ്. അതില്ലെങ്കിൽ റെഡ് ലേഡിയിലെ ജപ്പാൻ പേര് തരുമോ? അയാൾ തന്നെ 2ാമതൊരു കമന്റും കൂടെ അയച്ചിട്ടുണ്ട്. നിന്റെ ഉടായ്പ വേണ്ട, നീ പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നും. അത് ഞാൻ മനസ്സിലാക്കി. നിന്റെ 10 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപയുടെ ഫ്രീക്ക് വന്നാൽ ഇത് തന്നെയാണ് ഗതി. ഏത് തന്നെയാ ഗതി എന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്ക് കിട്ടുന്നില്ലാത്തതുകൊണ്ടാണോന്ന് ആയിരിക്കും. അത് തന്നെയായിരിക്കും, ഇത് തന്നെയാണ് ഗതി. നിന്റെ ഫ്രീ എനിക്ക് വേണ്ട. ഞാൻ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന ഒരു സാധനമാണ് ഉമ്മർ ചാമ്പ. ഏതോ ഉമ്മർ ഉണ്ടാക്കിയ ചാമ്പ. എനിക്ക് നിന്റെ ഒരു ഡാഷും വേണ്ട. അതായത് ഒരു തെറിയ വാക്കാണ്, അങ്ങനെ തന്നെയാണ്. നീ ചാനലിൽ വ്യൂസ് ഉണ്ടാക്കാൻ കാണിക്കുന്ന നമ്പർ ആണെന്ന് എനിക്കറിയാം. എനിക്ക് നിന്റെ ഒരു ഡാഷും വേണ്ട. ഇത് 2 പേര് 2 കമന്റ് അയച്ചാണ് ഈ നെഗറ്റീവ് കമന്റ്. അതായത് ആദ്യം അയച്ചത് ഒരാൾ 2 നെഗറ്റീവ് കമന്റ് അയച്ചു, പിന്നെ ഇയാളും 2 നെഗറ്റീവ് കമന്റ് അയച്ചു. അത് മാത്രമല്ല, ഇതിനകത്ത് കോമഡി എന്നാന്ന് വെച്ചാൽ, ഇദ്ദേഹം ഈ നെഗറ്റീവ് കമന്റ് അയച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുതിയ വീഡിയോയിൽ, പഴയ വീഡിയോയിലാണ് ഈ പുള്ളി, ഈ തെറിയൊക്കെ പറഞ്ഞ പുള്ളി നെഗറ്റീവ് കമന്റ് അയച്ചത്. കഴിഞ്ഞ വീഡിയോയിലാണ്, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചത്തെ വീഡിയോയിലാണ് നമുക്ക് ഈ തെറിയൊക്കെ അയച്ചത്. അതിനുശേഷം നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഉമ്മർചാമ്പ വേണമെന്ന്.
ആ വീഡിയോയിൽ ഉമ്മർച്ചാമ്പ കൊടുക്കൂല എന്ന് പറഞ്ഞായിരുന്നു. അതിനകത്ത് നമ്മുടെ സബ്സ്ക്രൈബർ കുറച്ച് പേര് ഈ ചോദിച്ചവർക്ക് തന്നെ മറുപടി കൊടുത്തു. ഈ വീഡിയോയിൽ ഉമ്മർച്ചാമ്പയും തായ്വാൻ പിങ്ക് പേരും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അവര് തന്നെ കമന്റ് ഇട്ട്. ഞാനത് ചില കമന്റ് പിൻ ചെയ്ത് വെച്ചായിരുന്നു. അറിയാത്തവർ കാണട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ട് എന്തേലുമൊക്കെ ചോദിക്കണം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത്. ആൾക്കാർ എല്ലാവരും അല്ല കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമുക്ക് അവരെ അറിയാൻ പറ്റും. അല്ലാണ്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് പോലും ചെയ്യാണ്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് കുറച്ച് വീഡിയോ കണ്ടിട്ട് ഫ്രീ അല്ലേ എന്നാൽ പിന്നെ ഒരു പേര് എഴുതി ഇട്ടേക്കാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഉള്ളവർക്കാണ് ഈ അബദ്ധങ്ങൾ പറ്റുന്നത് കേട്ടോ, ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഒക്കെ ഇട്ടിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ പ്ലാൻസുകൾ അയച്ചു കൊടുക്കാന്ന് പറയുന്നത് നമുക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. നിങ്ങളത് നമ്മുടെ വീഡിയോസ് കാണുന്ന സമയത്ത് വിചാരിക്കും പെട്ടെന്ന് ഒരു പൈപ്പിലേക്ക് ഇട്ട് അയച്ചു കൊടുക്കുവാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നല്ല കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഒരു ദിവസം തന്നെ ഈ പ്ലാൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ പല ഫാമിലേക്ക് പോകുന്നുണ്ട്. എല്ലാ ഫാമിലും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. കുറേ ഫാമിൽ പോയിട്ടാണ് നമുക്ക് വേണ്ട പ്ലാൻസ് നമുക്ക് കിട്ടുന്നത്. ഒന്നത് പ്ലാൻസ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനകത്ത് നിലവിലുള്ള മണ്ണ് മാറ്റിയിട്ട് നമ്മൾ ഇവിടുന്ന് വേറൊരു കൂടയിലേക്ക് മാറ്റും കേട്ടോ. അതിനകത്ത് നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ മിക്സ് ആക്കിയ ഒരു മിശ്രിതത്തിലേക്കാണ് മാറ്റുന്നത്. കാരണം അതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഗ്രോ ബാഗിന് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന അതിന് നല്ല വെയിറ്റ് ഉണ്ടാവും, ഏകദേശം 3 കിലോ 4 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം അങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് പൈപ്പ് വാങ്ങണം, പൈപ്പ് കട്ടാക്കണം. അപ്പൊ അതിനകത്തൊരു ഇല്ലിയുടെ ഒരു കമ്പ് വെക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ച് രണ്ട് സൈഡ് നമ്മൾ സ്റ്റോപ്പർ ഇല്ല കേട്ടോ. സ്റ്റോപ്പർ നമുക്ക് വലിയ ചെലവ് വരുന്നുണ്ട്, അതേപോലെ നല്ല വെയിറ്റും വരുന്നുണ്ട്, കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഒരു സ്റ്റോപ്പറിന് 40 രൂപ വരും. അപ്പം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ 80 രൂപയുടെ സ്റ്റോപ്പർ തന്നെ വേണം. അപ്പം ഇത് കിട്ടിയവർക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ, ഇത് എത്ര അധികം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് അയച്ചു കൊടുക്കുന്നത്. നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം വീഡിയോ കുറെ ലെങ്ത് ആയിട്ട് ഓൾറെഡി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട് കുറെ പേര്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റായിട്ടുള്ള കമന്റ് തന്നെ അയക്കുന്നത്. അപ്പം അങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നതോ കമ്പ് കുത്തിക്കൊണ്ടിരുന്നോ ഇതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കേട്ടോ. അപ്പം ഇത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ജോലി തിരക്കിന്റെ ഇടയ്ക്കും ഇതൊക്കെ ചെയ്യാന്നുള്ളത്, നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിൽ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഒന്നിച്ചാണ് ഇതെല്ലാം പാക്ക് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് കുറച്ച് ലേറ്റ് ആകുന്നതും നമുക്ക് പ്ലാൻസ് അയച്ചു കൊടുക്കാൻ കുറച്ച് ഡിലേ വരുന്നതൊക്കെ. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് എല്ലാവർക്കും, നമ്മളുടെ ഓർഡർ എടുത്ത എല്ലാവർക്കും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതായിരിക്കും, തീർച്ചയായിട്ടും അയച്ചു കൊടുക്കും. പിന്നെ നമുക്ക് ഒരു ചെറിയ വിഷമമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഉമ്മർച്ചാമ്പയും തായാമ്പിങ്ക് വരെയും, അതായത് നമ്മൾ ലെയർ ചെയ്യാൻ വെച്ചിട്ടായിരുന്നു നമ്മൾ ഓർഡർ എടുക്കേണ്ടത്. പക്ഷെ ആ ഒരു ഡിലേ വന്നിട്ട് കുറെ പേർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഏകദേശം 1 മാസത്തിന് മേലെ അവര് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമുക്ക് അറിയാം നിങ്ങളുടെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ അറിയാം. ഇവര് മാത്രമാണ് നമുക്ക് വേണ്ടി ഇത്രയും കാത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ലെയർ ചെയ്ത് ഉമ്മർച്ചാമ്പയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഈ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാരണം ഈ ഇലകളൊക്കെ നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്ന കാരണം നമുക്ക് ഈ തണ്ടിന് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും ഒക്കെ ഈ വേരുകൾക്ക് വലിച്ചെടുക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ വാടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഈ ഇലയും കമ്പുകളൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ തളിര് വരും. ഇനിയിപ്പോ കുറെ നാൾ കാത്തിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഏകദേശം ഈ ആഴ്ച കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സെറ്റായി കിട്ടൂല കേട്ടോ. നമ്മൾ ബാക്കിയെല്ലാം ഗ്രോ ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഈ കൊറിയറൊക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന സമയത്ത് തണലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് നാളത്തേക്ക് ഈ വേരൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരുന്നവരെ പിന്നെ തണലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ. വേരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും തണലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ഉണങ്ങിപ്പോകാനോ കരിഞ്ഞു പോകാനോ ചിലപ്പം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച അയച്ചു കൊടുക്കാന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ ആഴ്ച നമ്മൾ വേറെ ഓർഡർ എടുത്തിട്ട് അതിന്റെ കൂടെ വിത്തുകളും അയച്ചു കൊടുക്കാനാണ് പ്ലാൻ ഇടുന്നത്. ഇതൊരു ചെറിയ ഒരാഴ്ച കൂടെ നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും അയച്ചു കൊടുക്കുന്നത്. ഇനി ആ ഒരാഴ്ച നിങ്ങൾക്ക് കാത്തിരിക്കാൻ കുറേ ആയെന്ന് നമുക്കറിയാം, 1 മാസം മേലെയായി. അപ്പൊ ഒരാഴ്ച കൂടെ കാത്തിരിക്കാൻ മടിയാണെങ്കിൽ നമ്മൾ അവർക്ക് നമ്മൾ എന്തായാലും അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ പ്ലാൻസ് അയച്ച് കൊടുത്ത സമയത്ത് നമ്മൾ വാട്സാപ്പിൽ QR കോഡ് നമ്മൾ അയച്ചു കൊടുത്തായിരുന്നു. അപ്പൊ അവരെല്ലാവരും തന്നെ നമുക്ക് കൊറിയർ ചാർജ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. അപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച തെരഞ്ഞെടുത്തവരുടെ പേര് കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അതേപോലെ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയില് നമ്മൾ തെരഞ്ഞെടുത്തവരുടെ പേരും ഇപ്പൊ പറയാം. വ്ളോഗ് സ്പോട്ട് ഒഫീഷ്യൽ, VDF HDHF, നൂറാപ്പി, MHD ഇഷാൻ, താഹിറ അൽമൂഡ്, മൈൻസ് ഫുൾ മൊമെന്റ്. ഈ മൈൻസ് ഫുൾ മൊമെന്റ് നമ്മുടെ സബ്സ്ക്രൈബർ അല്ല കേട്ടോ. ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയിൽ നമ്മൾ
പേര് പറയാൻ വിട്ടുപോയത് കേട്ടോ. മുമ്പത്തെ ആഴ്ച വീഡിയോയിൽ കഴിഞ്ഞ ആഴ്ച പേര് പറയേണ്ടതായിരുന്നു, പക്ഷെ കഴിഞ്ഞ ആഴ്ച നമുക്ക് പേര് പറയാൻ പറ്റിയില്ല. അതേപോലെ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ നമ്മൾ തിരഞ്ഞെടുത്തവര് അനു അമ്പി, സീനത്ത് സലീം, ഫുസൂസ് വേൾഡ്, മഹേഷ് കുമാർ. അപ്പം ഇത്രയും പേരാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത്. ഇത്രയും പേര് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അഡ്രസ്സ് അയച്ചു തരണം കേട്ടോ. പിന്നെ ഒരാളും കൂടി ഉണ്ട്, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, മനസ് ജോവർ മല്ലത്ത്. അപ്പൊ ഇത്രയും പേരാണ് നമുക്ക് വാട്സാപ്പിൽ അഡ്രസ്സ് അയച്ചു തരേണ്ടത്. പിന്നെ ഇവർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ അഡ്രസ്സ് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പ്ലാൻസ് ഒന്നും അയച്ചു കൊടുക്കുന്നില്ല എന്നുള്ള നെഗറ്റീവ് കമന്റ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം, പിന്നെ നമുക്ക് ഈ പ്ലാൻസ് കിട്ടിയ കൂടുതൽ ആൾക്കാരും നമ്മുടെ വാട്സാപ്പ് നമ്പറിലാണ് പ്ലാൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പല വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങൾ വീഡിയോയിൽ തന്നെ ആ വീഡിയോന്റെ കമന്റ് ബോക്സിൽ തന്നെ ആ പ്ലാൻസ് കിട്ടിയെന്ന് പറഞ്ഞ് അയച്ചാൽ മാത്രമേ മറ്റുള്ളവർ അത് കാണുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തട്ടിപ്പാണ്, നമ്മളിത് അയച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു പേർദോഷം നമുക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് നമ്മളുടെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ തന്നെ വന്നിട്ട് പ്ലാൻസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയക്കുക. പക്ഷെ എല്ലാവരും വന്നിട്ട് വാട്സാപ്പിലാണ് പ്ലാൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുന്നത് കേട്ടോ. കുറച്ച് പേര് മാത്രമേ, 2-3 പേര് മാത്രമേ നമ്മുടെ വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പ്ലാന്റ് കിട്ടിയെന്ന് പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് കമന്റ് അയച്ച ആൾക്കാർക്ക് കാണിക്കാനുള്ളതാണ്. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. ഇത് കണ്ടോ, ഇത്രയും പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തേക്കുന്നതാണ്. ഇനിയും ഇതിൽ കൂടുതൽ നമുക്ക് ഓർഡർ എടുത്തിട്ടുണ്ട്, നമുക്ക് അയച്ചു കൊടുക്കാനുണ്ടോ. ഇത്രയും പേർക്ക് ഞാൻ അയച്ചു കൊടുത്തതാണ് കണ്ടോ. ഇതെനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇന്ത്യ പോസ്റ്റ് വഴി നമ്മൾ അയച്ചു കൊടുത്ത പ്ലാൻസിന്റെ ഓരോ ഇതും ഓരോ ആളുടെ അഡ്രസ്സും പേരും വിവരങ്ങളൊക്കെ ഉള്ള ലിസ്റ്റാണ്. ഇത്രയും പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് വേണം വേറെ ആളെ കുറ്റം പറയാൻ വേണ്ടി വരാൻ പാടുള്ളൂ. നിങ്ങൾ ആർക്കും ഒന്നും കൊടുക്കാണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് 5-6 പ്ലാൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അയച്ചു കൊടുക്കാനാണ്? അപ്പം ദയവായിട്ട് നിങ്ങൾ ഒരു പ്ലാൻസ് മാത്രം ചോദിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് വന്നായിരുന്നു, ഈ കത്രിക എവിടുന്ന വാങ്ങിച്ചതെന്ന്. ഇത് പ്രൂണിങ് കട്ടറാണ്, ഉണ്ടല്ലേ. ഇത് നല്ലൊരു സാധനം കേട്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ഇത് കത്രികയോ അല്ലെങ്കിൽ വാക്കത്തിയോ മറ്റു കാര്യങ്ങളോ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് നമ്മൾ ഇത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ടാക്കി എടുക്കാൻ വെച്ചാൽ. ഇതിപ്പോൾ ചെറിയൊരു തണ്ടാണ്, പക്ഷെ വളരെ ഈസി ആയിട്ട് മെല്ലെ ഒന്ന് കട്ട് ചെയ്ത്, ഒരു അധികം പ്രസ്സിങ് ഒന്നും വേണ്ട. ഏത് സാധനമാണെങ്കിലും വളരെ ഈസി ആയിട്ട് കട്ടാക്കി കളയാൻ പറ്റും. അപ്പം ഇതൊന്ന് ഒരു വീട്ടിൽ അത്യാവശ്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ്. നല്ലൊരു സാധനമാണ്, നല്ലൊരു കട്ടറാണ് ഇത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നൊരു കമന്റ് ആണ്, നമ്മുടെ വീട്ടിലുള്ള ഉമ്മർച്ചാമ്പി ആകാൻ സാധ്യതയില്ല, കാരണം അതിനകത്ത് ഒരു കൊലയിൽ 3 അണയൊക്കെ ഉണ്ടാകുന്നുള്ളതെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കായ്ക്കുന്നത്. ആദ്യമായിട്ട് കായ്ക്കുന്ന പ്ലാന്റ്സിൽ നമുക്ക് ടേസ്റ്റ്, ആ ഒരു ഒറിജിനൽ ടേസ്റ്റും കിട്ടാൻ സാധ്യത കുറവാണ്. അതേപോലെ കുറേ നിറച്ചുണ്ടാകാൻ സാധ്യത കുറവാണ്. കുറച്ചൊക്കെ ഉണ്ടായി വരുള്ളൂ ആദ്യമായിട്ട് കായ്ക്കുന്നതായിട്ട്. പക്ഷെ നമുക്ക് കൊലകുത്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു കൊലയിൽ എത്ര ഉണ്ടെന്ന് കാണിച്ചു തരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 കായുണ്ട് ഇതിനകത്ത്. ഈ ഒറ്റ കൊലയാണ് കണ്ടോ. ഉറുമ്പെല്ലാം പോകുന്നുണ്ടോ? നമ്മൾ ഈ കവർ ഇട്ടേക്കുന്ന ഉറുമ്പ് ഇതുണ്ട്. ആ ഒരു പിന്നെ പണ്ട് നമുക്ക് പഞ്ചസാര കിട്ടുന്ന സമയത്ത് ഉണ്ടോ, ഈ ഉറുമ്പ് ഉണ്ടോ, ഈ ഉറുമ്പാണ് നമ്മളുടെ ഈ ചാമ്പങ്ങ മൊത്തം അരിച്ചു കൊണ്ടുവന്നത്. പണ്ട് നമ്മളുടെ പഞ്ചസാരയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ചുവന്നുറുമ്പ്, സാധാരണ ചെറിയ ചുവന്നുറുമ്പല്ല, വലിയൊരു ചുവന്നുറുമ്പാണ്. ഇത് ഇങ്ങനെ ഇരുന്ന് കടിക്കുന്നുണ്ട് കണ്ടോ. ഇവന്മാരെ ഇങ്ങനെ ഇരുന്ന് കടിച്ച് ഇത് മൊത്തം അരിച്ചരിച്ചരിച്ച് കൊണ്ടുപോവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒരു കവറിലാക്കി കവർ ഇട്ട് വെച്ചേക്കുന്നത്. ഉണ്ടോ, ഈ കൊലയിലും അത്യാവശ്യമുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഉണ്ടോ. അത് മാത്രമല്ല ഈ കൊലയിലൊന്നും ഇത് നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം ചെറിയ ബലം കുറഞ്ഞ തണ്ടിലാണ് ഇത്രയും നിറച്ച് കായ്ച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് കൊമ്പൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു 2 ഉമ്മർച്ചാമ്പ് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കുറച്ചൊരു 4-5 എണ്ണം ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇത് പഴുത്തിട്ടില്ല. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടെ നോക്കാം. കാരണം കഴിഞ്ഞ വീഡിയോയിൽ പച്ച ചാമ്പയാണ് നമ്മൾ പറിച്ച് കഴിച്ചത്. അപ്പൊ അതിന് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ കവറിട്ട് പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. ഉറുമ്പിന്റെ ശല്യം വളരെയധികം ഉണ്ട്. ഇതാണ് നമ്മുടെ ഉമ്മർച്ചാമ്പ. പഴുക്കാനുണ്ട് കേട്ടോ, പക്ഷെ എന്നാലും നമ്മൾ പറിച്ചു.
അപ്പൊ നമ്മൾ ഒരു ഉമ്മർചാമ്പ എടുത്തിട്ടുണ്ട്, ഒരു കരിമ്പും എടുത്തിട്ടുണ്ട്. ഈ ഉമ്മർചാമ്പയ്ക്ക് കരിമ്പിന്റെ ടേസ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമുക്കത് ചെക്ക് ചെയ്യാം. നോക്കട്ടെ, ഉമ്മർചാമ്പയ്ക്ക്, നമ്മുടെ വീട്ടിലെ ഉമ്മർചാമ്പയ്ക്ക് കരിമ്പിന്റെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് കരിമ്പ് കട്ട് ചെയ്തിട്ട് അതിന്റെ ടേസ്റ്റ് നോക്കാം. ഇനി നമ്മുടെ ഈ കത്രികയുടെ ഒരു പവർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് നല്ല വണ്ണമുള്ളൊരു കരിമ്പാണ്. ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അടിപൊളി കത്രിയാണ്. അപ്പൊ നമ്മുടെ കരിമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കരിമ്പിന്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ. കരിമ്പിന്റെ ടേസ്റ്റ് പോലെയാണോ ഈ ഉമ്മർചാമ്പയുടെ ടേസ്റ്റ് നോക്കാം. അത് ഞാൻ കരിമ്പ് കഴിച്ചു നോക്കട്ടെ. കുറേ നാൾ മുമ്പ് കഴിച്ച കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ വഴി സൈഡിൽ നിന്നൊക്കെ ജ്യൂസ് കുടിച്ചല്ലാണ്ട് കരിമ്പ് മാത്രമായിട്ട് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ടേസ്റ്റ് നോക്കാം. കരിമ്പിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം കരിമ്പിന് ഒരു പഞ്ചസാരയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കേട്ടോ. പഞ്ചസാര നമ്മുടെ വായിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു ടേസ്റ്റാണ് നമ്മളത് ഇറക്കുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നത് അത്രയും മധുരം ഉണ്ടാകാൻ വഴിയില്ല. പക്ഷെ അത് ഒരു പഞ്ചസാരയുടെ മധുരം ഒന്നും ഒരിക്കലും ഒരു ഫ്രൂട്ട്സിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം ഉമ്മർചാമ്പയ്ക്ക് എത്ര ടേസ്റ്റ് ഉണ്ടാകും. വാന്ന് കഴിയണോ? കാരണം വായിൽ മൊത്തം മധുരമാണ്. നോക്കാം. ഇത് നമുക്കൊന്ന് കട്ടാക്കി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഉറപ്പായി ശരിക്കും പഴുത്തിട്ടില്ല, സീഡ്സ് ഒന്നും ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. കത്തിയുടെ ഒരു കറയൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉമ്മർചാമ്പ. അപ്പം നമ്മുടെ ഉമ്മർചാമ്പയുടെ ടേസ്റ്റ് നോക്കാം. അതായത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു കരിമ്പിന്റെ ഒരു മധുരമല്ല. അതായത് കരിമ്പിന്റെ മധുരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വായിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇറക്കുന്ന ആ ഒരു മധുരമാണ് കരിമ്പിനുള്ളത്. പക്ഷെ ഉമ്മർചാമ്പയ്ക്ക് അങ്ങനെയല്ല കേട്ടോ. ആ ഒരു മധുരവും ഇപ്പം നമ്മൾ കരിമ്പിന്റെ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അവരതിനകത്ത് നാരങ്ങ പിഴിയും, അതേപോലെ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണമൊക്കെ വെക്കും. എന്നിട്ട് അതെല്ലാം കൂട്ടിയാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. അപ്പൊ ആ ഒരു ടേസ്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വഴി സൈഡിൽ നിന്നൊക്കെ ഒരു കരിമ്പിന്റെ ജ്യൂസ് എല്ലാം കുടിക്കുന്ന സമയത്ത് പിന്നെ ഉണ്ടാകുന്ന ആ ഒരു നാരങ്ങ പിഴിഞ്ഞതിന്റെയും ആ ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം വെക്കും. ആ ഒരു ഇഞ്ചിയുടെ ഒക്കെ അരച്ച ഒരു ടേസ്റ്റ് ആട്ടോ. പക്ഷെ കരിമ്പിന്റെ മധുരമൊന്നുമില്ല, കരിമ്പിന്റെ അത്ര മധുരമൊന്നുമില്ല. പക്ഷെ നല്ല മധുരമുണ്ട്. അത് ഫ്രൂട്ട്സിൽ വെച്ചിട്ട് ഞാൻ കഴിച്ചതിൽ ഫ്രൂട്ട്സിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മധുരമുള്ളൊരു വെറൈറ്റി ചാമ്പാന്ന് ശരിക്കും പറഞ്ഞാൽ ഉമ്മർചാമ്പനെ വിളിക്കാൻ പാടില്ല കേട്ടോ. കാരണം ചാമ്പ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കുന്ന പുളിയുള്ള സാധനമാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ചാമ്പയെന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സാധനമാണ്. അതായത് ഒരു 4 എണ്ണം അല്ലെ ഒരു 3 4 എണ്ണം ഒക്കെ ഒരാൾക്ക് മാക്സിമം കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് മധുരം കൊണ്ടും നമ്മുടെ വയറിന്നറിയും. കാരണം അത്രയും വലിപ്പമുണ്ട്, അതേപോലെ വെള്ളമുണ്ട്. നമ്മൾ നാടൻ ചാമ്പയെല്ലാം കഴിക്കുമ്പോൾ ഒരു പുളിയും ഒരു വെള്ളമൊക്കെ ആയിട്ടല്ലേ വരുന്നത്. പക്ഷെ ഇതൊരു ജ്യൂസ് എല്ലാം കുടിക്കുന്ന ആ ഒരു കൊഴുപ്പും അതേപോലെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഏറ്റവും ടേസ്റ്റ് കൂടിയ, ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റ് കൂടിയ ഒരു ചാമ്പ വെറൈറ്റിയാണ് ഉമ്മർചാമ്പ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ലെയർ ചെയ്ത തൈകൾ റെഡിയാണ്. അത് കിട്ടുന്നവർ ആർക്കും ഒട്ടും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല ടേസ്റ്റുള്ള ഒരു തൈയാണ് നമുക്കിവിടെ കൊണ്ട് വെക്കാൻ പറ്റിയത്.
അപ്പൊ കുറെ പേര് ഉമ്മർ ചാമ്പ്യാണ് അല്ലെങ്കിൽ തായ്വാൻ ചാമ്പ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവച്ചിട്ട് പുഴു കയറുന്ന ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് ഉമ്മർ ചാമ്പ്യക്ക് പുഴു കയറിയിട്ടില്ല കേട്ടോ. നമ്മൾ കവർ ഇപ്പാണ് ഇട്ടത്. പക്ഷെ അതിന് മുമ്പ് കിട്ടിയ സമയത്തും പുഴു കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇനി മഴക്കാലത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷെ പുഴു കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ചാമ്പയിൽ നിലവിൽ പുഴുവൊന്നും കയറിയിട്ടില്ല. ഇനി പുഴു കയറുവാണെങ്കിൽ നമ്മൾ വേറെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ പുഴു കയറൂലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒരു നാടൻ ചാമ്പ കഴിക്കുന്ന ഒരാൾക്ക് ഇപ്പം ഈ ചാമ്പ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചാമ്പയ്ക്ക് കഴിച്ചെന്നുള്ളൊരു ഫീൽ കിട്ടൂല കേട്ടോ. നാടൻ ചാമ്പ എന്ന് പറഞ്ഞാൽ കുറെ പുളിയും ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു ചാമ്പയ്ക്ക് കഴിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ചാമ്പ കഴിച്ചാൽ കിട്ടൂല. വേറെ ഏതോ ഒരു ഫ്രൂട്ട്, നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ചു, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മളൊരു ജ്യൂസ് കുടിച്ചൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉമ്മർ ചാമ്പ ഒരു 5 എണ്ണം എടുത്തിട്ട് നമ്മളത് പിഴിഞ്ഞിട്ട് അത് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അത്രയധികം മധുരമുണ്ട്. ആ വീഡിയോ നമുക്ക് കാണിക്കാം. അതേപോലെയാണ് ഇത് നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ചാമ്പയ്ക്ക് ഒരു ഫീൽ വരില്ല. ഒരു ജ്യൂസ് കുടിക്കുന്ന, നല്ലൊരു ജ്യൂസ് കുടിക്കുന്ന ഒരു ഫീലാണ് നമുക്കിത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഒരു കരിമീൻ ജ്യൂസ് കുടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കും കൂടുതലും ആൾക്കാരും ഈ ഉമ്മർ ചാമ്പയ്ക്ക് കരിമീൻ്റെ ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം. ഈ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ പ്ലാന്റ്സിന്റെ തൈകൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഉമ്മർ ചാമ്പയും അതേപോലെ നിത്യവഴുതനയുടെ വിത്തും വാളരിപ്പയറിന്റെ വിത്തും നമ്മൾ ഇനിയും വരുന്ന ആഴ്ചകളിൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ പ്ലാന്റ്സ് എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് ഈ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ ഒരു കാരണവശാലും പ്ലാന്റ്സ് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാനേ പാടില്ല കേട്ടോ. അപ്പം നമ്മൾ അയച്ചു തരുന്നതായിരിക്കില്ല. അപ്പം നമ്മൾ ലെയർ ചെയ്ത ഉമ്മർ ചാമ്പ ഇഷ്ടംപോലെ ഉണ്ട്. അതെല്ലാം നമുക്ക് അയച്ചു കൊടുക്കേണ്ട. ഒരാഴ്ചയിൽ നമ്മൾ 5 പ്ലാന്റ്സ് വെച്ചാണ് അയച്ചു കൊടുക്കുന്നത്. അതെല്ലാം അയച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കിലായിരിക്കും. അതുകൊണ്ട് പുതിയ പ്ലാന്റ്സ് നമ്മൾ ഫാമിൽ നിന്ന് പോയി എടുത്തിട്ട് അയച്ചു കൊടുക്കുന്ന ആയിരിക്കില്ല. ഈ വീഡിയോയിൽ നിങ്ങൾ ചോദിക്കേണ്ടത്, ഈ വീഡിയോ ഇപ്പം നമുക്ക് കമന്റിൽ അപ്പം നമുക്ക് നെഗറ്റീവ് കമന്റ് 2-3 എണ്ണം വന്നെന്ന് പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാണ്ട് നമ്മളൊരു പ്ലാൻ ചെയ്തു. അതായത് നമ്മുടെ വീഡിയോന്റെ ഏറ്റവും ആദ്യം കമന്റ് ഇടുന്ന 5 പേർക്ക്, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഏറ്റവും ആദ്യം കമന്റ് ഇടുന്ന 5 പേർക്ക് നമ്മൾ പ്രൂണിങ് കട്ടർ നമ്മൾ 5 പേർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതാണ് ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കേണ്ടത്. അതായത് പ്രൂണിങ് കട്ടർ വേണം അല്ലെ കട്ടർ വേണം എന്ന് പറഞ്ഞിട്ട് ആദ്യം കമന്റ് ഇടുന്ന 5 പേർക്ക് മാത്രമേ തരുള്ളൂ കേട്ടോ. അത് നമ്മളായിട്ട് സെലക്ട് ചെയ്യുന്നതല്ല. ആദ്യം കമന്റ് ഇടുന്ന 5 പേർക്ക് മാത്രം. അതായത് നമ്മുടെ വീഡിയോ ഏറ്റവും ആദ്യം കാണുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ നമ്മുടെ വീഡിയോ ആദ്യം കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം കമന്റ് ഇടുന്ന 5 പേർക്ക് മാത്രമേ നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നതായിരിക്കുള്ളൂ. അപ്പൊ ഇത് അറിയാത്ത കുറെ പേരുണ്ടാവും. അവർക്കും വേണ്ടിയും ഇത് വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ.